നമസ്കാരം. റേഡിയോ നീഡിൽ 107.8 FM കൂടെയുള്ളത് ഞാൻ ഫർസാനയാണ്. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഏറെ അഭിമാനിക്കാം, നമ്മുടെ ആലപ്പുഴക്കാരനാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം സ്ഥിര സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾക്കിടയിലേക്ക് ഒരു തമിഴ് കഥാപാത്രമായി വന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട വ്യക്തിയായി മാറിയ കലേഷാണ് നമ്മളോടൊപ്പം. ഹായ് ഹായ് ചേട്ടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷങ്ങൾ. ഇങ്ങനെ സിനിമകൾ നടക്കുന്നു, ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നു, ഹിറ്റ് അടിക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ, എൻ്റെ നാടായ ആലപ്പുഴയിൽ ഒരു 2 ദിവസത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ സ്റ്റുഡിയോക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ തന്നേച്ചല്ലേ? വളരെ സന്തോഷമുള്ളൂ. കാരണം ഫർസാന ഭയങ്കരമായിട്ട് ഫോളോയിങ് അപ്പ് ആയിരുന്നു. കുറച്ച് കാലമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് എനിക്ക് ഒരു ട്രിക്കെല്ലാം വെളിപ്പെടുത്തുക. അല്ലല്ല, അത് ട്രിക്കല്ല, അത് ഭയങ്കര കാര്യമല്ലേ. കാരണം ചില ആൾക്കാർ ഇങ്ങനെ നമ്മളൊക്കെ ചോദിക്കും, അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ സമയമുള്ളപ്പോൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾ എന്താ പറയുക, എല്ലാ റിലീസിൻ്റെ സമയത്തും നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ ഒരു ഇന്റർവ്യൂ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓർത്തു. താങ്ക് യു സോ മച്ച്. ചേട്ടൻ ഓർത്തല്ലോ, അതാണ് ആ ഒരു സ്നേഹം. ഓക്കെ, ആലപ്പുഴക്കാരൻ കലേഷ് എങ്ങനെയാണ് സിനിമയിലേക്ക് ഇൻ ചെയ്യുന്നത്? ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് സിനിമയായിരുന്നു എൻ്റെ മോഹം, സ്വപ്നമൊക്കെ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ എന്താവണമെന്നൊക്കെ ചോദിക്കുമല്ലോ നമ്മളോട്. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു അഭിനേതാവണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്ന് തന്നെ ഞാൻ SDV സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ സ്കിറ്റ് മൈം ഉണ്ടല്ലോ, മൈം സ്കിറ്റൊക്കെ ചെയ്താണ് തുടങ്ങിയത്. പിന്നെ അന്ന് ഒരു ചിക്കൂസ് കളിയരങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഈ മൈമ്, സ്കിറ്റ്, ഞങ്ങളെ നാടകമൊക്കെ കളിച്ച്, തെരുവ് നാടകമൊക്കെ പോയി ഞങ്ങളെ കൊണ്ടുപോയി കളിപ്പിക്കുക. ശിവൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഒരു അഭിനയ ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ശിവൻ സാറും. അപ്പോൾ അദ്ദേഹമൊക്കെയാണ് നമ്മളെ വിത്തിട്ടത്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് സ്കൂളിങ് കഴിഞ്ഞ് കോളേജിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ഉറപ്പിച്ചിരുന്നു എനിക്ക് ഐ വാസ് ഗുഡ് അറ്റ് സ്റ്റഡീസ്, കുഴപ്പമില്ലായിരുന്നു. എഞ്ചിനീയറിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ ഓക്കെ ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പക്ഷേ ഐ വാസ് എൻജോയിങ് മോർ ബീങ് ഓൺ സ്റ്റേജ്. അപ്പോൾ പെർഫോമിംഗ് ആർട്സ് അല്ലെങ്കിൽ തിയേറ്റർ അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ ഉള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതൊക്കെ ഒരു വിദൂര സ്വപ്നമാണല്ലോ നമ്മളെ പോലുള്ളവർക്ക്, കാരണം നമുക്ക് അങ്ങനെ ഒരു കോൺടാക്ട്സോ ഒന്നുമില്ല. അപ്പോൾ ആലപ്പുഴക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ ഇവിടെ SD കോളേജിലെ പ്രൊഫസറായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. അപ്പം രാമാനന്ദ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആലപ്പുഴയിലെ മിക്ക ആൾക്കാരും അച്ഛൻ്റെ സ്റ്റുഡൻസ് ആണ്, കുറേ പേര്. അതെ, അപ്പം രാമാനന്ദ് സാറിൻ്റെ മോനെന്താ സിനിമയിൽ കാര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ സിനിമയിലുള്ളവർ വരെ ചോദിക്കുമായിരുന്നു, കാരണം ആലപ്പുഴയിൽ നിന്ന് സിനിമയിലുള്ള ആളുകളൊക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയണ്ടേ, പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് അവസാനം ഇവിടം വരെയൊക്കെ എത്തി. ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് കടക്കണമെന്ന് പറയുമ്പോൾ? നല്ല സപ്പോർട്ടായിരുന്നു ഫർസാന. എന്താ പറയണ്ടേ, അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇവൻ എങ്ങും ഇല്ലാതെ എത്താതെ പോരുത്. ബേസിക്കലി പേരൻസിനുള്ളതെന്ന് പറയുന്നത് പേടിയാണ്, ഭയമാണ്. കാരണം അവർക്ക് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അവർ കേട്ടിട്ടുള്ളതെല്ലാം എല്ലാം നല്ലതായിരിക്കില്ല, ആൾക്കാർ പറ്റിക്കും, അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് നിന്ന് കാശ് മേടിക്കും, അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് ട്രാപ്പാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാർക്കുള്ള യൂഷ്വൽ പേടി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ അച്ഛനോട് പറയുമായിരുന്നു, ഇവൻ നിങ്ങളെപ്പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തരികിടയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഇവന് ചാൻസ് ഇല്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ വിൽ പവറും നമ്മുടെ ഒരു എന്താ പറയുക നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സും വേണം. കാരണം പലരും എൻ്റെ അടുത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യാണെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം നോക്കി മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ 2 റീലിട്ട് സ്ട്രഗിൾ ചെയ്യാണോ, അതോ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണോ? നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്? എനിക്ക് സംവിധായകനാണോ? അപ്പോൾ നിങ്ങൾ സംവിധായകരാരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയി ഷൂട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക അവിടെ പോയി ആ വെയിലത്ത് നിന്ന് എന്താ പറയണ്ടേ അവിടുത്തെ ഷൂട്ട് കണ്ട് ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ?
ഇപ്പോഴത്തെ സ്ട്രഗ്ലിങ് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. എനിക്ക് തന്നെ ഇഷ്ടംപോലെ മെസ്സേജ് തരാണ്, ചേട്ടാ എനിക്ക് അഭിനയിക്കണം, ചേട്ടാ എനിക്ക് പടം ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, മോനെ നീ നിന്റെ വീട്ടിലിരുന്ന് വീട്ടിലത്തെ റൂമിലെ ആ ഒരു സൗകര്യത്തിൽ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന വരെ അങ്ങോട്ട് ഇറങ്ങി എന്നെ ലൊക്കേഷനിൽ വന്ന് എന്ന് വെച്ചാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നത്. കാരണം നമ്മളൊക്കെ അങ്ങനെ തുടങ്ങി. ഇപ്പം ചില ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്ന ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരൊക്കെ വന്നിട്ട് നമ്മളോട് കുറേ കാലം ഇതിനകത്ത് കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളൊന്ന് സഹായിക്കണം തോന്നും. കാരണം അവർ ഇതിന് കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം ഈ എഫേർട്ടിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ. വീട്ടിൽ ഇരുന്ന് മെസ്സേജ് അയക്കുന്നവൻ്റെ ഒരു എഫേർട്ട് ഉണ്ട്, പുറത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ട്, ഷൂട്ട് എവിടെ നടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചെത്തി ഒരു പയ്യന്നൂരോ ഒരു ഒരു കണ്ണൂരോ അല്ലെങ്കിൽ ഇപ്പുറത്തെ എടത്തുവയോ അല്ലെങ്കിൽ തൊടുപുഴയോ ഇവിടം വരെയൊക്കെ ഒരു വണ്ടി കയറി ഒറ്റയ്ക്ക് വന്ന് അവിടെ നിന്ന് ആ ചാൻസ് ചോദിക്കുന്നവന് അവന് കുറച്ചുകൂടി എഫേർട്ട് ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 10 പേർക്ക് മാത്രം സിനിമ കിട്ടാൻ കാരണം അവർ നിങ്ങളെക്കാളും കൂടുതൽ ഒരു പടി മുകളിൽ എഫേർട്ട് ഇടുന്നത് കൊണ്ടാവാം. അത്രയും എഫേർട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും ആ കറക്റ്റ് സമയത്ത് അവർക്കൊരു ഭാഗ്യം കിട്ടുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഞാൻ മറന്നുപോയി. പക്ഷേ അല്ല, ഇതാണ് സംഭവം. നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എവിടെ എത്തുന്നു എന്നത് തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്ക് ചേട്ടനെ കാണുമ്പോൾ അല്ലെങ്കിൽ കലേഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കും, കലേഷോ നമ്മുടെ സെൽവൻ, ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ഏതൊരു ഇതിലേക്കും വന്നു കഴിയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പേര് മാറ്റാം. നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച ഏത് ക്യാരക്ടറാണോ ആ ഒരു പേര് നമ്മൾ തന്നെ സ്വീകരിക്കുന്നത്. അങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം പലപ്പോഴും ചേട്ടന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ സജഷൻസ് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. നല്ല ചോദ്യമാണ് കേട്ടോ ഇത്. ആരും ഇതുവരെ ചോദിക്കും. കാരണം എന്നോട് കുറെ ആൾക്കാർ ഈ ഇപ്പൊ വിക്രമിന്റെ പേര് ചിയാം വിക്രം എന്ന് മാറിയല്ലോ, അല്ലെങ്കിൽ ജയം രവിയുടെ പേര് ജയം രവി എന്ന് മാറി. അപ്പോൾ എന്നോട് എന്നാൽ പിന്നെ നമുക്ക് പേരിൻ്റെ കൂടെ സെൽവൻ എന്ന് ചേർക്കാം, എന്നാലേ ആൾക്കാർക്കും തിരിച്ചറിയത്തുള്ളൂ, സെൽവ കലേഷ് എന്നിടാം അല്ലെങ്കിൽ സെൽവൻ, അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ കലേഷ് എന്നുള്ള പേര് എന്താ പറയണ്ടേ, ചില ആൾക്കാർ കൈലാഷ് ആണോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത്. കാരണം കൈലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പേര് കൈലാഷ് എന്നല്ല, വേറെ എന്താണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിം കൈലാഷാണ്. അപ്പം അത് തന്നെ മാറ്റിയ പേരാ. അപ്പം എന്നോട് കൈലാഷ് ആണോ, അപ്പം കലേഷ് എന്ന് പറയുമ്പോൾ മറ്റേ ആ അനുരാഗവിൽ അല്ല, അത് കൈലാഷ്, ഇത് പുതിയ കലേഷായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ, അതെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതിനെ കാണുന്നത് ഇപ്പൊ ഹൃദയം ഇറങ്ങി, അതായത് 2022 ജനുവരി 21 ഹൃദയം. അതെ, ആ സമയത്താണ് ഹൃദയം ഇറങ്ങുന്നത്. അന്ന് വരെ എന്നെ അറിയാത്ത എല്ലാവരും അന്ന് മുതൽ എന്നെ സെൽവനായി അറിയാൻ തുടങ്ങി. അന്ന് ഇപ്പം എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തു, ഇനി എൻ്റെ പേരും കൂടി റെക്കഗ്നൈസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവിടെ തൊട്ട് എന്നെ സെൽവനിൽ നിന്നും കലേഷിലേക്കുള്ള യാത്രയാണ്. അതുവരെ ഞാൻ ആരാണെന്ന് അറിയാത്തതിൽ നിന്നും സെൽവനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് കുറച്ച് നല്ല സിനിമകൾ വരുന്നു. ആ സിനിമകളിലൂടെയൊക്കെ കലേഷ് രാമാനന്ദ് എന്നുള്ള പേര് എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ കലേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറേ പേർക്ക് അറിയാം. എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആ കഥാപാത്രത്തിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വിളിക്കുക. എൻ്റെ പേര് കലേഷിന് അറിയാവുന്നവർ പോലും പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരുന്ന സെൽവനായിരിക്കും. അപ്പോൾ സെൽവ അണ്ണ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും നമ്മൾ. അപ്പോൾ അത് നമ്മൾ എന്തോ ഒന്ന് വിളി കേൾക്കുന്നതല്ലാതെ വേറെ ഇതില്ല. സെൽവ അണ്ണ വിളിക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ആണ്. കാരണം അത് നമ്മുടെ ചെന്നൈയിലെ അത്രയും ഓർമ്മകൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്നേഹം തന്നിട്ടുള്ള ഒരു നാടാണ് കലേഷ് രാമാനന്ദിന്റെ ലൈഫിൽ ചെന്നൈ എന്ന് പറയുന്നത്. ചെന്നൈയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതും ഈ സിനിമാ മോഹത്തോടു കൂടി തന്നെയാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എവിടെ പോകണം എന്നറിയാതിരിക്കുന്ന സമയത്താണ് 1-2 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ലാലേട്ടൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ്. സ്പിരിറ്റ്, പിന്നെ പൃഥ്വിരാജിൻ്റെ രാജുവേട്ടൻ്റെ ഹീറോ എന്ന് പറഞ്ഞ സിനിമ, ഊർവശി ചേച്ചിയുടെ ഒരു സിനിമ, ഇങ്ങനെയൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അഭിനയം കൂടി ഒന്ന് പഠിക്കണം എന്നുള്ളൊരു മോഹത്തിൽ ചെന്നൈയിൽ ഇങ്ങനെ കൂത്തുപട്ടറ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് ഞാൻ അവിടെ ഒന്ന് നിൽക്കാം, കുറച്ച് ദിവസം ഇവിടെ നിന്ന് നോക്കാം എന്താണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് കയറുന്നത്. അപ്പോൾ ഡബ്ബിങ്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയിരിക്കും. അങ്ങനെ ഡബ്ബിങ് ഒക്കെ നോക്കിയിട്ട് എപ്പോഴോ ഒരിക്കൽ ഒരു കാർട്ടൂൺസ് ആയിരുന്നു അവിടെ ഡബ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ കൊച്ചി ടി വിയിലെ കാർട്ടൂൺസ്. അപ്പോൾ ഈ അതിനകത്ത് ഒരു ക്യാരക്ടറിന് എടാ നീ ഒന്ന് ചുമ്മാ സംസാരിക്കുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ സംസാരിച്ചു. ആ ക്യാരക്ടറും ആ കാർട്ടൂണും അതൊരു പൈലറ്റ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ആ കാർട്ടൂണും ഹിറ്റായി. അപ്പോൾ അവർക്ക് എന്താണ്ട് 200 എപ്പിസോഡ് എന്താണ്ട് കിട്ടി.
അപ്പൊ Okay. പിന്നെ നമ്മള് നമുക്ക് സ്ഥിരമായി, ചെയ്യാല്ലേ എന്നൊക്കെ സ്ഥിര ഉള്ള രീതിയില് സാന്നിധ്യം. അങ്ങനെ അന്ന് ഒരു എപ്പിസോഡിന് 300 രൂപ വെച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 5 എപ്പിസോഡ് തീർക്കാമെങ്കിൽ നമുക്കൊരു 1500 രൂപ കിട്ടും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചിലപ്പം വർക്ക് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഒരു 5000 രൂപ റെന്റിന് പോയാലും നമുക്ക് കുറച്ച് കാശ്. അപ്പോൾ ജീവിക്കാൻ അങ്ങനെ കഴിയും. അങ്ങനെ പിന്നെ നമ്മൾ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്കും മേടിച്ചിട്ട് പിന്നെ ചാൻസ് വെച്ച് നടക്കാം. അവിടെയായി. അവിടെ ആയി. അങ്ങനെ ഒരു 6-7 കൊല്ലം ചെന്നൈയിൽ നിന്നതിന്റെ ഭാഗമായിട്ടാണ് വിനീതേട്ടനെ കണ്ടതും കണ്ടതും നിമിത്തം. നിമിത്തങ്ങൾ അങ്ങനെയാണ്. ചെന്നൈ ആണ് എനിക്ക് നിമിത്തങ്ങൾ സമ്മാനിച്ച ഒരു സിറ്റി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആക്ച്വലി സെറ്റിൽഡ് ഇൻ ചെന്നൈ എന്ന് വേണമെങ്കിൽ പറയാം. ഉം. കാരണം ഞാനും വൈഫും അവിടെയാണ്. അവിടെയാണ്. പക്ഷെ കൂടുതലും ഇവിടെയാണ്, കാരണം ഷൂട്ടൊക്കെ ഇവിടെ ആയതുകൊണ്ട്. ഓക്കെ. ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ പേടിച്ചിട്ടുണ്ടോ? കാരണം അത്രയും പോസിറ്റീവിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് വന്ന് നെഗറ്റീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ആളുകൾ ഇതെങ്ങനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആളുകൾ ഇത് സ്വീകരിക്കുക? നമ്മൾ മറ്റേ നന്മയുടെ നിറകുടമായ സെൽവനിൽ നിന്ന് എത്തുമ്പോഴത്തേക്കും ആ ഒരു പേടി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. കാരണം എനിക്ക് സെൽവൻ വന്ന സമയത്ത്, സെൽവൻ ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചത് ഞാൻ ടൈപ്പ് കാസ്റ്റ് ആയി പോവോ, ഇനി നന്മയുള്ള കഥാപാത്രങ്ങൾ മാത്രം കിട്ടി തുടങ്ങുമോ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് വന്ന ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഞാൻ അതിന് മുമ്പ് മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരിക്കൽ അപ്പോൾ സാർ ആ സിനിമ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു സർ. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിന് ശേഷം സാറ് വിളിച്ചിട്ട് പറയാം, ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ക്രിസ്റ്റഫർ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്, മമ്മൂക്കയുടെ. അപ്പം പക്ഷേ നെഗറ്റീവ് റോളാണ്, ഒരു റേപ്പിസ്റ്റ് മർഡറർ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ചെയ്യാം. കാരണം എനിക്ക് ഞാൻ ഇതിനാണ് കാത്തിരുന്നത്. അല്ലെ, അതിന് കാത്തിരിക്കില്ല. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ ഇവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാരക്ടർ എടുത്ത് ചെയ്തത്. പക്ഷെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. ആ സീനൊക്കെ അഭിനയിക്കുമ്പോഴൊക്കെ അതായത് നമ്മൾ ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്നു, അങ്ങനത്തെ സീൻസും ഷോർട്സും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം നമ്മൾ എന്താ പറയണ്ട, ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നോട്ട് എ റേപ്പിസ്റ്റ് അങ്ങനെ വിചാരിച്ചു. പക്ഷെ താങ്ക്ഫുള്ളി അത് കഴിഞ്ഞിട്ടും ഒരു നെഗറ്റീവ് റോൾ ചെയ്തു. പിന്നെ വരുന്ന സിനിമകളിലൊക്കെ ചിലതിൽ പോസിറ്റീവും ചിലത് നെഗറ്റീവും ഒക്കെ മാറി മാറി വരാൻ തുടങ്ങി. സോ ബേസിക്കലി ക്രിസ്റ്റഫർ വാസ് മൈ എന്താ പറയണ്ടേ കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഷുവർ ടൈപ്പ് കാസ്റ്റ് ആവുന്നില്ല, അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെയാണ് കണ്ടത്. അല്ലാതെ എന്താണ്, ഇനിയിപ്പോ നമുക്ക് ചെയ്യാലോ, ഇനിയിപ്പോ പല ഷെയ്ഡ്സ്, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യും. ഏറ്റവും നല്ലതും ചെയ്തു, ഏറ്റവും ക്രൂരനും ചെയ്തു. ഇനിയിപ്പോ എന്താണ് ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ടോ? ചാൻസ് ഭാഗ്യത്തിന് അധികം അങ്ങനെ ചാൻസ് ചോദിക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ഡയറക്ടേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇപ്പം നമ്മളത് ചാൻസ് ചോദിക്കുന്ന പോലല്ല, നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചിദംബരം ചേട്ടനെ കണ്ടിരുന്നു. ഞങ്ങളിപ്പം ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സ് പിന്നെ ആവേശം, ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഒരു ഓണപരിപാടി ചെയ്തു. അപ്പോൾ അതിൽ ചിദ്ദുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബോയ്സ് അവിടെ ഉള്ളത് കൊണ്ട് ചിദ്ദുചേട്ടൻ ചുമ്മാ കാണാൻ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സാറേ എനിക്കൊരു ചാൻസ് തരുമോ, മനസ്സിലായില്ലേ? അപ്പം ഇന്നത്തെ ചാൻസ് വയ്ക്കൽ അങ്ങനെയാണ്. അപ്പോൾ അവരും പറയുന്നു അയ്യോ ബ്രോ ഡെഫിനറ്റ്ലി വിൽ വർക്ക്. അപ്പോൾ അങ്ങനെ ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ആസ്കിങ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ അത് എന്നും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവണം, അവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ചില ആളുകൾ നമുക്കും മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട്, എന്താണ് നല്ലൊരു സംഭവം വരുമ്പോൾ നമുക്ക് ചെയ്യണം ബ്രോ, നമുക്ക് അടിക്കണം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില എഴുത്തുകാരൊക്കെ തിരക്കഥാകൃത്തുകൾ പലരും നമ്മളോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും അങ്ങോട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചാൻസ് ചോദിക്കുന്ന പോലെയല്ല, ഒരേ ഫീൽഡിൽ ഇപ്പം എസ്റ്റാബ്ലിഷ് ആയി വരുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണത്. തനിയൊരുവൻ സിനിമ തമിഴില്, തനിയൊരുവന് ശേഷമാണ് മലയാളത്തിലെ ഹിറ്റുകളൊക്കെ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും തമിഴിലേക്ക് പോവുകയാണ് മറ്റൊരു സിനിമയ്ക്കായിട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ്? ആക്ച്വലി എനിക്ക് തനിയൊരുവന് ശേഷം പിന്നെ ഒരു 3 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഹൃദയം കിട്ടാനായിട്ട്. അപ്പം തനിയൊരുവൻ ചെയ്തപ്പോൾ അന്ന് ഞാൻ എൻ്റെ തമിഴ് കുറച്ച് മലയാളം സ്ലാങ് ഒക്കെ ഉള്ള തമിഴായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞാൻ മോഹൻ രാജ എന്ന് പറഞ്ഞ ഡയറക്ടർ
അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഡബ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അന്ന് പക്ഷെ അതിനുള്ള ആ എഫേർട്ടിന് കിട്ടിയ ഒരു റെക്കഗ്നിഷനാണ് വിനീതേട്ടൻ എന്നെ കണ്ടപ്പോൾ തനിയൊരു ഞാൻ കണ്ടിരുന്നു കേട്ടോ, നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നീ തമിഴൊക്കെ പറയുമോ? അന്ന് വിനീതേട്ടൻ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞു പോയി, കിട്ടുന്ന കഥാപാത്രം ചെയ്യാന്നുള്ളതല്ലേ. അപ്പം വിനീതേട്ടൻ ആ സമയത്ത് ഹൃദയം എഴുതുന്ന സമയമാണ്. അപ്പോഴാണ് വിനീതേട്ടന് മനസ്സിലായത്, ഓക്കെ ഇവനെ കൊണ്ട് തമിഴ് പറയിപ്പിക്കാം, വേണമെങ്കിൽ ഇവനെ നമുക്ക് സെൽവനാക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ പിന്നീട് ഹൃദയത്തിന് ശേഷം വീണ്ടും ഗാർഗി എന്ന് പറഞ്ഞ സിനിമയാണ് വീണ്ടും തമിഴിലേക്ക് സായ് പല്ലവിയുടെ കൂടെ പെയറായിട്ട് ചെയ്തത്. അപ്പോൾ അത് എന്താ പറയണ്ടേ, നമുക്കത് കറക്റ്റ് ടൈമിലെല്ലാം ഒരു നിമിത്തം പോലെ വരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ സെൽവൻ എന്നുള്ള ആ കഥാപാത്രം ഹൃദയം ചെന്നൈയിലും തമിഴ്നാട്ടിലും ഒക്കെ കുറച്ച് ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർക്ക് വീണ്ടും എന്നെ കാണാൻ പറ്റി ഒരു തമിഴ് സിനിമയിലൂടെ. അപ്പോൾ അത് എനിക്കും എൻ്റെ കരിയർ കുറച്ചുകൂടി ഒന്ന് വൈഡൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം ജിയോ ബേബി സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തമിഴ് സിനിമയുണ്ട്. അപ്പോൾ അതിൽ ലിജോ മോളും ഞാനും ഒക്കെയാണ് അതിനകത്ത് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വരട്ടെ, താങ്ക് യു. പൊന്മാലൈ പൊഴുതു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നടൻ മാത്രമല്ല, ഇപ്പൊ പറയാറുണ്ടല്ലോ പലരും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ചേട്ടാ എങ്ങനെയാണെന്ന്. ചിലപ്പോ ഭാവിയിൽ ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല. പക്ഷേ ഈ പൊന്മാലൈ പൊഴുതിനെ കുറിച്ച് അധികം നല്ല ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങളുടെ റിസർച്ച് ഭയങ്കരമാണ്, അതിനെ ഞാൻ കോംപ്ലിമെന്റ് ചെയ്യുന്നു. പക്ഷേ പൊന്മാലൈ പൊഴുത് ആക്ച്വലി ഈ 2019 എന്ന് തോന്നുന്നു, 18 ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചാൻസ് ഒന്നും കിട്ടുന്നില്ല, ഓൾമോസ്റ്റ് ഒരു ഡിപ്രഷൻ്റെ ഒരു വക്കിലേക്ക് നിൽക്കുന്ന ഒരു സമയത്ത് എന്നാൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഞാൻ തന്നെ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ നിന്നും അതെ ഞാനും പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയും അസോസിയേറ്റ് ഡയറക്ടറാണ്, ചെന്നൈയിലാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ വേറൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നതും. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആശയമുണ്ട്, എപ്പോഴെങ്കിലും ഞാൻ അത് സിനിമയായിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനത് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാൻ പറ്റുമെങ്കിൽ എഴുതൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഒരു സീൻ എഴുതി, ആ സീൻ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഒരു വേരിയേഷൻ, അതായത് ഒന്നുമില്ല, അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് 2 എസ്ട്രേഞ്ച്ഡ് ആയിട്ടുള്ള ലവേഴ്സ്, അതായത് എക്സ് ലവേഴ്സ്, അവർ എപ്പോഴും കണ്ടുമുട്ടിയിരുന്ന ഒരു കോഫി ഷോപ്പിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. പക്ഷെ ഇപ്പോൾ അവർ വേറെ 2 പേരുടെ കൂടെയാണ്. അതായത് ഞാനിപ്പോൾ എൻ്റെ കറൻറ്റ് ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം, അവളുടെ ഒരു മീറ്റിംഗ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം. പക്ഷേ ഇത് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന കോഫി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്ക് അവൾ ചിന്തിക്കുന്നത് കേൾക്കാം, അവളുടെ മൈൻഡ് വോയിസ് എനിക്ക് കേൾക്കാം, ഞാൻ ചിന്തിക്കുന്ന മൈൻഡ് വോയിസ് അവൾക്ക് കേൾക്കാം. അപ്പം ഞങ്ങൾ ഇവരുടെ കൂടെ ആണെങ്കിൽ പോലും ഞങ്ങളാണ് കോൺവേഴ്സ് ചെയ്യുന്നത്. സോ ദിസ് ഹോൾ എന്താ പറയണ്ടേ, ഷോർട്ട് ഫിലിം ഈസ് ഇൻ മൈൻഡ് വോയിസ് കോൺവെർസേഷൻസ്. അപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഞാൻ അവളോട് സംസാരിക്കുക, അവൾ അങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ ഇത് ഭയങ്കര ഞങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങളൊരു 15 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ കോ-റൈറ്റ് ചെയ്തു, കോ-ഡയറക്റ്റ് ചെയ്തു. ബിക്കോസ് ഷീ ഈസ് ഓൾസോ ഡയറക്ഷൻ ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഞങ്ങളുടെ വൈബ് സെറ്റായപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമുക്കിത് ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ തന്നെ ഫണ്ട് ചെയ്ത് അവളുടെയും ആ കുട്ടിയുടെയും പ്രൊഫൈലായി മാറി, എൻ്റെയും പ്രൊഫൈലായി മാറി. അത് ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിനൊക്കെ അയച്ചു കൊടുത്തു, വിനീതേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇത് അത് അതെ അന്ന് അതൊരു എനിക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടണം, എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നല്ല പോലെ ഒരു സംഭവം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നും വന്ന ഒരു ആശയവും എഴുത്തുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് എഴുത്ത് ഞാൻ എൻജോയ് ചെയ്തു തുടങ്ങി. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തിരക്കഥയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, വരട്ടെ. സംവിധാനത്തിലേക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അഭിനയിച്ച് നമുക്ക് ഡബിങ് ചെയ്യാവുന്നതാണ്. അല്ല, അങ്ങനെ നിർബന്ധമില്ല എനിക്ക്. ഇപ്പൊ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ ഫിലിം ബൈ കലേഷ് രാമാനന്ദൻ ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് ഞാൻ എവിടെയും അപ്പൊ ഇപ്പൊ എഴുതുന്ന തിരക്കഥ എന്തെങ്കിലും ഒരു സിനിമയാക്കണം, അത് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കട്ടെ, സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും നടക്കട്ടെ. നമ്മുടെ വിനീതേട്ടനാണ് കലേഷ് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ 2 ടൈപ്പ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് 2 ജേണറിലും പുള്ളി അഭിനയിക്കും എന്ന് നമുക്ക് കാണിച്ചു തന്നത്. എക്സ്ട്രീമി എന്താ പറയാ, നല്ലൊരു ഗുഡ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ സെൽവനെ പോലത്തെ ഒരു ഫ്രണ്ട് ആർക്കും
ഒന്ന് ഉണ്ടായിട്ടില്ല. ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ അല്ലേ, അത്രയും ഇതാണെന്ന് പറഞ്ഞ് ഇമോഷൻസ് അടക്കി പിടിച്ച ഒരു ക്യാരക്ടർ. അതേസമയം കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തില് ഇവനെ പോലെ ഒരു സുഹൃത്തോ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ദ്രധനുഷായി മാറി. സോ എങ്ങനെയാണ് വിനീതേട്ടൻ ആ 2 സിനിമകളിലേക്ക്, അല്ലെങ്കിൽ വിനീതേട്ടന്റെ സിനിമ, വിനീതേട്ടൻ കൊണ്ടുവന്ന ഒരു ആക്ടർ എന്ന നിലയിൽ അല്ലെ, എൻട്രി അല്ല, നമ്മള് റീ എൻട്രി ആയിരുന്നു ശരിക്കും വിനീതേട്ടൻ നടത്തിയത് അല്ലേ? പക്ഷെ എന്നാലും വിനീതേട്ടനാണ് നമുക്കൊരു ലൈഫ് തന്നതെന്ന് തന്നെ പറയാം. സോ ആ ഒരു 2 ടൈപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണ് തോന്നുന്നത്? അതെ, എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. കാരണം വിനീതേട്ടൻ സെൽവനായിട്ട് എഴുതുമ്പോൾ തന്നെ എന്നെ ആലോചിച്ചിരുന്നു. അത് വിനീതേട്ടൻ പറഞ്ഞ കാര്യമാണ്. കാരണം എടാ, അന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സെൽവൻ ആവാനുള്ള ഒരു ഫേസ് ഉണ്ട് നിനക്കുണ്ടല്ലോ എന്ന്. പിന്നീട് ഞാൻ എഴുതിയപ്പോൾ സെൽവന് നിന്റെ മുഖമായിരുന്നു. പക്ഷെ ഇന്ദ്രധനുഷ് അങ്ങനല്ല. ഇന്ദ്രധനുഷ് എഴുതുന്ന സമയത്ത് ഞാൻ വിനീതേട്ടനോട് അങ്ങോട്ട് ചോദിച്ചു, വിനീതേട്ടൻ അടുത്ത് ചെയ്യുന്ന സംഭവം എന്താണ്, നമ്മളുണ്ടാവുക എന്നൊക്കെ. ഓക്കെ, അപ്പം പറഞ്ഞു, എടാ ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ നീ അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വർക്കാവും എന്ന് എനിക്കറിയില്ല. ഐ നോ യു വിൽ ഡു ഇറ്റ്. പക്ഷെ ഒന്ന് ആ ക്യാരക്ടർ വീണ്ടും തമിഴനാ, പിന്നെ അപ്പുവും ഞാനും കൂടിയുള്ള അപ്പു എന്ന് പറയുന്ന പ്രണവും ഞാനും കൂടിയുള്ള കോമ്പിനേഷനാണ് വീണ്ടും. ഈ സെൽവനും അരുണും ഇരുന്നത് പോലെ തന്നെ ഒരു കടപ്പുറത്തിരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പം കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആ ഹൃദയം അടിക്കും, ഓർമ്മ വരും എന്നുള്ളത് കൊണ്ട് വിനീതേട്ടൻ എന്നെ അവോയ്ഡ് ചെയ്യായിരുന്നു. ഇന്ദ്രധനുഷിന് നിന്നെ കാസ്റ്റ് ചെയ്യുന്നില്ല, വേറെ ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റൗണ്ട് പോയി. അല്ല പക്ഷെ ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ വിനീതേട്ട, സങ്കടം തോന്നി ചെറിയ രീതിക്ക്. ഞാൻ പറഞ്ഞു വിനീതേട്ട ഞാൻ ഇവിടെ ഉണ്ട്, എപ്പോ വേണമെങ്കിലും തിരിച്ചു വന്നോ എന്നുള്ള രീതി. അപ്പൊ അപ്പോഴാണ് പുള്ളിക്കാരൻ ഈ ലോകേഷ് കനകരാജ് ഡയറക്ടർ ലോകേഷിനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. വേറെയും 1-2 പേരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അവസാനം വിനീതേട്ടൻ എന്നെ വിളിച്ചു, നിന്റെ ഡേറ്റ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞു വിനീതേട്ട യെസ് പറയൂ. പക്ഷെ അത് ഫസ്റ്റ് ഡേ ഷൂട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ ആ ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ വിനീതേട്ടൻ പറഞ്ഞാൽ ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് പറഞ്ഞു. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, കറങ്ങിത്തിരിഞ്ഞ് വിനീതേട്ടൻ വാസ് ഹാപ്പി. പിന്നെ ഇപ്പോൾ അവസാനം കണ്ടിട്ട് ഇപ്പോൾ ആളുകൾ സെൽവനെക്കാളും കൂടുതൽ ഓർത്തിരിക്കുന്ന ജ്ഞാപകവും ഇന്ദ്രധനുഷും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സെൽവൻ ഇസ് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആരാണെന്ന് ഒരു ആർട്ടിസ്റ്റായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞത് പോലും ഹൃദയത്തിലൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് സെൽവൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇന്ദ്രധനുഷ് എന്നിലുള്ള ഒരു ആർട്ടിസ്റ്റിന് കുറച്ചുകൂടി എന്താ പറയണ്ടേ, എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ എന്താണ് പാട്ട് ചെയ്തത് ഞാനാണ്, എൻ്റെ ഫ്രണ്ടിനോടൊന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സീനിൽ എനിക്കൊരു ചെറിയൊരു വില്ലനിസം കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രവൈസ് ചെയ്തത്. അന്ന് ആ സീൻ അങ്ങനെ കുറച്ച് വേറെ രീതിയിലാണ് എഴുതിയിരുന്നത്. പക്ഷെ ഞാനും വിനീതേട്ടനും അന്ന് ഞങ്ങൾ നേരത്തെ എത്തി, ലൊക്കേഷനിൽ ഒരു 5 മണിയായപ്പോഴേ എത്തി. രാത്രിയിലത്തെ സീനാണ്. അപ്പോൾ ഒരു 2 hours ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ 2 hours ഞാൻ വിനീതേട്ടൻ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ആ സീൻ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ചെടുത്തു. അപ്പം അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും വർക്കായി. എന്താണ്, കാരണം ആ തുടക്കത്തിൽ ഞാൻ സാറിനെല്ലാം കൂപ്പിടാതെ ഇന്ദ്രധനുഷ് ഇന്ദ്ര അങ്ങനെ പറയും. അത് ഞങ്ങൾ അവസാനത്തെ സീനിൽ വന്നപ്പം ഇന്ദ്രധനുഷ്ടാ ഇന്ദ്ര ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഒരു മോഡുലേഷൻ ചേഞ്ച് അതൊക്കെ ആ ലൊക്കേഷനിൽ വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ രണ്ടും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഒബ്വിയസ്ലി സെൽവൻ ഇസ് ഓൾവേസ് സ്പെഷ്യൽ. ഓക്കെ, ഈ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഡബിങ്ങിന്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട്. പക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ ഒരു കൺഫ്യൂഷനേ ആവശ്യം ഡബിങ് എന്താ പറയാ, ഇല്ല ഞാന് നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വേറെ പലർക്കും ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും തോന്നും, പക്ഷേ എൻ്റെ അന്നത്തെ ആ പെർഫോമൻസിനനുസരിച്ചുള്ള ഡബ്ബിങ് കിട്ടിയില്ലാന്ന്. കാരണം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന്. നമ്മൾ ജസ്റ്റ് അങ്ങ് ഡബ് ചെയ്ത് പോവാണ്, കൊള്ളാം ഇതൊന്ന് ഓക്കെ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന്. സെറ്റിൽ നമ്മൾ എന്ത് ഇമോഷൻ പിടിച്ചിരുന്നു, എത്രത്തോളം അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി ചെന്നിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഡബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിപ്പോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവൻ ദോ ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും എനിക്കിപ്പോഴും അഭിനയിക്കാൻ തുടങ്ങി ഇത്രയും സിനിമകളൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് സിങ്ക് സൗണ്ട് ആണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുക. ഡബ്ബിങ്ങിൽ നമുക്ക് അത് കംപ്ലീറ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ചെന്നൈയിലുള്ള ഒരു വ്യക്തിയാണ്. സോ ചെന്നൈയിൽ എങ്ങനെയാണ് മലയാള സിനിമയെ ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമയെ ചെന്നൈ ആഘോഷിക്കുന്നത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ചെന്നൈയിൽ നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അവിടെ ഹിറ്റായ ഒരു സിനിമ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് ഹിറ്റായി.
അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രേമം വന്നു. പ്രേമം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അവിടെ. അപ്പോഴാണ് നമ്മൾ മലയാളി, മലയാളികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ എന്താണ് എന്താ പറയുക, ഒരു മര്യാദയൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പോഴാണ് ചെന്നൈയിൽ. അപ്പോൾ അങ്ങനെ പ്രേമം. അതിനുശേഷം പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സിനിമകൾ ഇങ്ങനെ പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഹിറ്റായി. പിന്നെ പല സിനിമകളും, നമ്മുടെ പല സിനിമകളും അവിടെ ആളുകൾ, ഫഹദ് ഫാസിലിൻ്റെ സിനിമകളൊക്കെ, ആവേശം ഉൾപ്പെടെയുള്ള പല സിനിമകളും അവിടെ ആളുകൾ ഫഹദ് ഫാസിലിൻ്റെ സിനിമ അപ്പോൾ പോയി പാക്കലാം. കാരണം അതൊരു മിനിമം ഗ്യാരണ്ടിയാണ് അവർക്ക്. അതുപോലെ മമ്മൂക്കയുടെ സിനിമ. അപ്പം ഇന്ന് ആളുകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, തമിഴന്മാർ പോലും. എസ്പെഷ്യലി ട്രെയിലർ ഇറങ്ങിയിട്ട് ആളുകൾ ഷെയർ ചെയ്യുന്നു, ഈ പടം എപ്പോൾ വരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളുടെ എന്താ പറയണ്ടേ, കഴിഞ്ഞൊരു 10 കൊല്ലത്തെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ എക്സൽ ചെയ്തതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ തമിഴ് മാത്രമല്ല. ഞാനിപ്പോൾ ഒരു ഹിന്ദി പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഇപ്പം നടക്കുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് അതിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ പോലും കാതലിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ എന്നോട് പറയാം, ഞാൻ കാതൽ കണ്ടു, ഐ എം ട്വീറ്റിംഗ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ട്വീറ്റൊക്കെ എനിക്ക് കാണിച്ചു തന്നു. എന്താണ് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആവേശം കണ്ടു, ഫാഫ വാട്ട് ആൻ ആക്ടർ. അപ്പോൾ ആളുകൾ, ഹിന്ദിക്കാർ പോലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന മലയാള സിനിമയാണ്. OTT-യിൽ അവർ സബ് ടൈറ്റിൽസും കൂടി ഉള്ളത് കൊണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഒരു സുവർണ്ണകാലം തന്നെ പറയാം. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ സുവർണ്ണകാലം തന്നെയാണ്. അതിൽ നമുക്ക് ഒരുപാട് നല്ല ആക്ടേഴ്സിനെ കിട്ടി. അതിലൊരാൾ തന്നെയാണ് കലേഷ്. അത്രയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൽവൻ എന്ന ക്യാരക്ടറിനെ നോക്കുമ്പോൾ നമുക്കറിയാം, വീണ്ടും സെൽവനിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് മാത്രം പ്രിയപ്പെട്ടതാണ് സെൽവൻ, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സെൽവനിലേക്ക് എത്തുമ്പോൾ അറിയാം, ഒരു കൂട്ടം ആളുകളെ ചുറ്റും ഭയങ്കര സുഹൃബന്ധങ്ങള്, ഭയങ്കര സ്നേഹം, സന്തോഷം, എന്താ വെളിച്ചം പകർന്നു കൊടുക്കുന്ന സെൽവനാണ്. ഓക്കെ, കലേഷിന്റെ ലൈഫിലേക്ക് വരുമ്പോൾ, റിയൽ കലേഷിലോട്ട് വരുമ്പോൾ, കലേഷ് ഏട്ടനിലോട്ട് വരുമ്പോൾ ആ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ലൈഫിൽ വന്നിട്ടുള്ളത്? സുഹൃത്ത് ബന്ധങ്ങള് സ്കൂൾ തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. കൂടുതലും സ്കൂൾ ഫ്രണ്ട്സാണ് ഇപ്പോഴും ഞാൻ കീപ്പിംഗ് ഇൻ ടച്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ SDV സെൻട്രൽ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളെല്ലാം തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഈ ഹിന്ദി പ്രോജക്റ്റിൻ്റെ ഷൂട്ടിലായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നത്, ഇവരെല്ലാം തന്നെ നമ്മളുടെ വെൽ വിഷേഴ്സായി മാറി. നമ്മുടെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ഇവരും കൂടി ആഘോഷിക്കുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം എൻ്റെ ഒരു റീലോ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയണ്ടേ ഫിലിം, അല്ലെങ്കിൽ ഈവൻ യൂട്യൂബിൽ ഇൻ്റർവ്യൂവിലെ ചെറിയൊരു ബിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിലൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര എംബാരസിങ് ആണ്. അയ്യോ നീ എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ അത് അവരാഘോഷിക്കുകയാണ്. അതിനകത്ത് ചിലരൊക്കെ എന്നോട് പറയും, എടാ നീ പക്ഷെ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ പറയും. അപ്പം നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ ഒരു സ്ട്രഗിൾ എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കുറച്ചുകൂടിയൊക്കെ നിനക്ക് നേരത്തെ തന്നെ ചാൻസ് കിട്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയേണ്ട ഒരു സ്ട്രെങ്ത്, ഒരു ബലം തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളുമായിട്ടൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നതും വലിയൊരു കാര്യമാണ്. ഇപ്പം ഇൻക്ലൂഡിങ് മൈ വൈഫ്. അപ്പം എൻ്റെ വൈഫ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആക്ച്വലി. അപ്പം അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയും, അതേപോലെ എൻ്റെ അച്ഛനും അതേപോലെ തന്നെയാണ്. വളരെ എന്നൊരു സുഹൃത്തായിട്ട് തന്നെയാണ് എന്നെ കാണുന്നതും എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും എന്താ പറയണ്ടേ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ ഫ്രണ്ട്ഷിപ്പാണല്ലോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്സും ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ വിജയങ്ങളൊക്കെ ആഘോഷിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക, അത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. എന്താണ് അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ലിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ ഇല്ലില്ല, അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ ഉടനെ ഇറങ്ങാനുള്ളത് ഒരു ഹൊറർ ഫിലിം ഉണ്ട്, വടക്കൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കൂടാതെ ഞാൻ ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ട്. ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ്, അങ്ങനെയാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അപ്പം 7ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. അപ്പോൾ അതാണ് അതിന്റെ ഒരു കൗതുകം. അപ്പം അതിൽ ചേച്ചിയും ഞാനുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോമഡി ഫാമിലി ഡ്രാമ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ നായകനായിട്ട് ചെയ്യുന്ന ഒരു പടം
അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി. അതൊരു ത്രില്ലറാണ്. അപ്പം പിന്നെ ഇത് കൂടാതെ ഇനി ഒരു സിനിമയും കൂടി ലീഡ് റോളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. പിന്നെ ഈ തമിഴിൽ മറ്റേ ജിയോ ബേബി സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, അത് ഇപ്പം അതിൻ്റെ എല്ലാം ജോലികളും കഴിഞ്ഞു. അതിൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാതൽ 80 പൊതുവുടമ എന്നാണ് അതിൻ്റെ പേര്. ലിജോ മോളും ഞാനും രോഹിണി ചേച്ചിയൊക്കെയാണ് അതിനകത്ത് മെയിൻ റോൾസ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്യുന്നു. 2-3 ഭാഷകൾ ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തിരക്കേടില്ലാതെ പോകുന്നു. ഓക്കെ, ഉർവശി ചേച്ചിയായിട്ടുള്ള എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിംഗും? ചേച്ചി ഇതേ ഇപ്പം അവാർഡൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. ചേച്ചി എന്നും നമുക്ക് ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിയാണ്. അതിനകത്ത് ഏറ്റവും മികച്ച ആക്ട്രസ്, ഫീമെയിൽ ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് എപ്പോഴും ഉർവശി ചേച്ചി തന്നെയാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഏത് കഥാപാത്രവും അവിടെ സുരക്ഷിതമാണ്. മാസിനാണെങ്കിൽ മാസ്, കോമഡിക്കാണെങ്കിൽ കോമഡി, സെന്റിമെന്റ്സ് ആണെങ്കിൽ സെന്റിമെന്റ്സ്, ഉള്ളൊഴുക്കൊക്കെ കണ്ടില്ല. അപ്പം അങ്ങനെയുള്ള ആ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിന് എനിക്ക് കോള് വരുന്നു. ചേച്ചിയുടെ മോനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. അത് കൂടുതൽ സസ്പെൻസ് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മകനെ പോലെ ത്രൂ ഔട്ട് കൂടെ നിൽക്കുന്ന ഒരു 50 സീനുണ്ടെങ്കിൽ അതിനകത്ത് 45 സീനിലും ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. അപ്പോൾ ഞങ്ങളൊരു 42 ഡേയ്സ് ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സ്കൂളിൽ പോകുന്ന പോലെയാണ്. എനിക്ക് എൻ്റെ കരിയറിൽ ഈ ഒരു ഘട്ടത്തിൽ ചേച്ചിയുടെ കൂടെ അങ്ങനെ ഒരു 40 ഡേയ്സ് ട്രാവൽ ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്താ പറയാ, നമുക്ക് ഇനി ഒരു 30 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന റാപ്പിഡ് ഫയർ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഫേവറേറ്റ് ഡയറക്ടർ? അത് ഇതാണോ ഈസി ക്വസ്റ്റ്യൻ? ഫേവറേറ്റ് ഡയറക്ടർ കുറെ പേരുണ്ടെന്നേ. ഇന്നലെ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ലേ, ഇന്ന സംവിധായകൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധായകന്റെ പേര് വേഗം പറയണം. എന്റെ ഫേവറേറ്റ് ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ. അത് നമുക്ക് കുഴപ്പമില്ല, വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ ഞാനുണ്ടെന്ന്. ഞാൻ എങ്ങനെയൊക്കെ പോയാലും ശരി, ഞാൻ അടുത്ത സിനിമയിലും കയറും. ഇപ്പൊ വിനീതേട്ടൻ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണല്ലോ, കാസ്റ്റിംഗ് കോളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താണ്, അതിൽ ഉറപ്പായോ? ഇല്ലില്ല, അതിൽ ഞാൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഞാൻ ഇല്ലാന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ഫുൾ ഒരു ഫ്രഷ് സംഭവമാണ് പിടിക്കുന്നത് വിനീതേട്ടൻ. അപ്പോൾ കുറേയൊക്കെ ഡിഫറെൻറ്റ് കാസ്റ്റിങ്ങും ഡിഫറെൻറ്റ് പരിപാടികളൊക്കെയാണ്. ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മലയാള സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിലേക്ക് വരുന്ന, മലയാള സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് റെഫറൻസോ അല്ലെങ്കിൽ ഇന്നൊരു നടനെ കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ഒരു വേഷം അല്ലെങ്കിൽ ഈ ഒരു ആക്ടറാണ് എൻ്റെ മോഡൽ എന്ന് പറയുന്ന രീതിയിൽ ആരെയാണ്? നമുക്ക് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ കണ്ട് ഇൻസ്പയർ ആയ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടനായിരിക്കും. ലാലേട്ടനുമായിട്ടുള്ള സിനിമ എപ്പോഴാണ്? ലാലേട്ടനായിട്ട് ഒരു സിനിമ ചെയ്തു. ഇപ്പം നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം ചെയ്തു. അത് ആക്ച്വലി എന്താ പറയണ്ടേ, ജിത്തു സാറ് വിളിച്ചിട്ട് നമുക്ക് ചെറുതാണെങ്കിലും നമ്മൾ അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. ജിത്തു ജോസഫിന്റെ സിനിമ ലാലേട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്നു. എന്താ പറയണ്ടേ, ആശീർവാദ് സിനിമാസിന്റെ സിനിമ. അപ്പം അതിൽ ഒരു 4 സീനേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്യാരക്ടറിന്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് ലാലേട്ടനുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ലാലേട്ടൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചു. ഒരു സീൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ അഭിനയിച്ചു. ലാലേട്ടൻ അപ്പുവിനെ കുറിച്ച് കുറെ ചോദിച്ചു. അപ്പം ഇനിയിപ്പോ പ്രണവേട്ടന്റെ ഫ്രണ്ട് ആണല്ലോ അല്ലേ, ആ ഒരു ബന്ധവും കൂടി ഉണ്ടല്ലോ. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വലിയൊരു ബിഗർ റോള് ലാലേട്ടനുമായിട്ട് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. വിനീത് ശ്രീനിവാസൻ ഓർ ധ്യാൻ ശ്രീനിവാസൻ? ധ്യാനേട്ടനായിട്ടാണ് ലാസ്റ്റ്, ധ്യാനേട്ടനായിട്ടാണ് ഇപ്പൊ സൂപ്പർ സിന്ദഗി മൂവി റിലീസിലാണ്, എല്ലാവരും കണ്ടു. 3 സിനിമ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം. സീക്രട്ട്, സൂപ്പർ സിന്ദഗി, 3ഉം അടുപ്പിച്ചായിരുന്നു. വിനീതേട്ടനായിട്ട് 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ബന്ധം കൂടുതൽ ധ്യാൻ ശ്രീനിവാസനായിട്ടാണെന്ന് അങ്ങനല്ല കേട്ടോ. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരുമായിട്ട് 2 ബന്ധമാണ്. കാരണം വിനീതേട്ടനുമായിട്ടൊരു മെൻറ്റർ മെൻറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ് വിനീതേട്ടൻ. എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ടാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെങ്കിൽ വിനീതേട്ടനെ എനിക്ക് വിനീതേട്ടനെ ബന്ധപ്പെടാം. വിനീതേട്ടൻ അതിന് കറക്റ്റായിട്ടുള്ള അഡ്വൈസും തരും. പക്ഷേ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സുഹൃത്തിനെ പോലെയാണ്. എന്തും പറയാം. ധ്യാൻ്റെ തല്ലുകൊളുത്തരത്തിൻ്റെ എല്ലാം നമ്മൾ കൂട്ടി നിൽക്കുകയും വേണം. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്ന ധ്യാനം കൂട്ടി നിൽക്കും. അത് വേറൊരു വൈബാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റില്ല. 2ഉം പാരലലായിട്ട് കൊണ്ടുപോകണം. നെക്സ്റ്റ്, ധ്യാൻ ഒരു മണിക്കുട്ടൻ ചേട്ടൻ?
അത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ല, മണിക്കുട്ടൻ ചേട്ടനായിട്ട് എനിക്ക് എന്താ പറയണ്ടേ, ഞങ്ങള് ഷൂട്ടിന്റെ അന്ന് ഒരു ദിവസം ഉണ്ടായിരുന്നു മണിക്കുട്ടൻ ചേട്ടൻ്റെ ഷൂട്ട്. ആ ഷൂട്ടിന്റെ അന്ന് ഞങ്ങൾ നല്ലപോലെ എന്താണ് സംസാരിച്ചു, വൈബൊക്കെ സെറ്റായി. ഇന്റർവ്യൂസിന്റെ സമയത്ത് നമ്മൾ കുറെ നേരം ഇരുന്നു. എനിക്ക് മണിക്കുട്ടൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. കാരണം നമ്മളൊക്കെ എന്താണ് സ്ട്രഗ്ലിംഗ് ടൈമിലൊക്കെ മണിക്കുട്ടൻ ചേട്ടൻ അന്ന് ഹീറോയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് മണിക്കുട്ടൻ ചേട്ടൻ നമ്മുടെ ഒരു സീനിയറായിട്ട് നമ്മൾ കാണുന്ന ഒരു ബ്രദറാണ്, ഒരു എൽഡർ ബ്രദർ ടൈപ്സ് ആണ്. ധ്യാൻ നമ്മുടെ ചങ്കാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര തഗ്ഗായിരുന്നു ഇന്റർവ്യൂസിലെല്ലാം. അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ലൊക്കേഷനിലാണെങ്കിലും ശരി, ഇവരെങ്ങനെയായിരുന്നു? ധ്യാൻ സിനിമ ലൊക്കേഷനിലും ഏകദേശം ഇന്റർവ്യൂലുള്ള പോലെ തന്നെയാണ്. ഫുൾ നമ്മളെ എന്താ പറയണ്ടേ, കളിയാക്കുക, നമ്മളെ ട്രോൾ ചെയ്യുക, വേറൊരുത്തൻ വന്ന് അവനെ ട്രോൾ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ധ്യാൻ സ്വയം ട്രോൾ ചെയ്യുക. അപ്പോൾ ഫുൾ ട്രോളിന്റെ സ്പേസ് കൊടുക്കാതെ തന്നെ ട്രോൾ അതെ അതെ അതെ, എന്നെ ട്രോളാൻ വേറൊരുത്തനും വരണ്ടെന്നുള്ള രീതിയില്ല. അല്ല, പക്ഷെ ധ്യാൻ നമ്മൾ ഭയങ്കര നന്നായി ടേക്ക് കെയർ ചെയ്യും. എന്താണ് നമ്മളെ ധ്യാൻ്റെ ക്യാരവനിലേക്ക് വിളിക്കുക, അളിയാ നീ അവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. ഞാൻ അപ്പുറത്തുണ്ടാവും, പക്ഷെ അളിയാ നീ ഇങ്ങോട്ട് വാ, എന്ത് എടുക്കുന്നതെന്നാണ്. ഞാൻ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ധ്യാൻ്റെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഈ റീല് കണ്ടോ, കഥയാണ്, ഈ റീല് കണ്ടോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു സ്റ്റേറ്റസ് കണ്ടോ, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുക, പിന്നെ അയാളെ വിളിക്കുക, അയാളോട് സംസാരിക്കുക, പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, പിന്നെ ഇടയ്ക്ക് ഷോർട്ട് റെഡിയാ ബാപ്പ, അത്രേ ഉള്ളൂ. അതൊരു പിക്നിക് പോലെയാണ് ധ്യാൻ്റെ സെറ്റ്. ഇപ്പൊ ഹാപ്പി അല്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഇപ്പോൾ ഹാപ്പിയാണ്, കണ്ടന്റാണ്. ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. അല്ലേ? അപ്പൊ തീർച്ചയായും ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. ഇനി വരുന്ന ഒരുപാട് ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്, അത് എല്ലാം എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ സിനിമകളൊക്കെ ഹിറ്റ് ആവട്ടെ. നമ്മുടെ ആലപ്പുഴക്കാരനാണ്, ഞങ്ങൾക്ക് എന്നും അഭിമാനമാണ്. എന്നും അഭിമാനവും സ്നേഹത്തോടെ തന്നെ കലേഷിന്റെ പേര് ആലപ്പുഴക്കാർ പറയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചേർന്നു. താങ്ക് യു. ഐ റിയലി ഹാഡ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു.